ചൊക്കഹള്ളി വെച്ചിട്ട് അവനൊരു ഫോൺ കോൾ വന്നേ. പിന്നെ സിംഗപ്പൂരിലെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിനെ എല്ലാം. അവൻ പിന്നെ കാറ് ചൊക്കഹള്ളി എയർപോർട്ടിൽ ഇട്ടിട്ട് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഹെലിപ്പാഡിൽ പോയിട്ട് ഹെലിപ്പാഡിൽ നിന്ന് പിന്നെ ഹെലികോപ്റ്ററിൽ കയറി സിംഗപ്പൂരിന് പോയി. ഓ തള്ളു എന്റെ ദൈവമേ, രാവിലെ തൊട്ട് തുടങ്ങിയാണ് ഭാര്യ ഭർത്താവും കൂടെ. അവന് സ്വന്തമായിട്ട് പിന്നെ ഹെലിപ്പാഡുണ്ട്. ഹെലിപ്പാഡും കൊണ്ടാണോ നടക്കുന്നത് എല്ലായിടത്തും? അല്ല, ചൊക്കഹള്ളിയിൽ അവന് സ്വന്തമായിട്ട് ഹെലിപ്പാഡുണ്ട്. വലിയ ബിസിനസ് മാൻ അല്ലേ മാമി? സത്യം പറ, ചേട്ടൻ എന്തോ ജോലി? ബിസിനസ്. അയ്യോ, എന്റെ ചേട്ടന് ഇരിക്കാനോ നിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് വല്ല അസുഖമാണോ? അതല്ല, അത്രമാത്രം തിരക്കുള്ള ബിസിനസ് മാഗ്നറ്റ് ആണ്. നാട്ടിലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എല്ലാരും പറയുന്ന ബിസിനസ്. ഇതങ്ങനെ തെണ്ടിത്തിരിഞ്ഞുള്ള ബിസിനസ് അല്ല, നല്ല അന്തസ്സുള്ള ബിസിനസ്. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് അവനിപ്പോ ഏതായാലും വരത്തില്ലല്ലോ. നമുക്ക് ആഹാരം കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ എത്രയെന്ന് പറഞ്ഞാ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ? അപ്പൊ ഈ ഭക്ഷണം വേണ്ടേ? വേണ്ടായോ? എടി, ഓർഡർ ചെയ്ത ഭക്ഷണമേ കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം നിനക്ക് വീണ്ടും വിശക്കും. അപ്പൊ അത് ഇത് അന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. അത് കുഴപ്പമില്ല, ഞാൻ വീണ്ടും ഓർഡർ ചെയ്തോളാം. എന്റെ മണി ബാങ്ക് അവിടെ ഇരിക്കുന്നു. ഓ, കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. അല്ല പിന്നെ അല്ല ശ്രീകു, നിന്നെ ഇവ ഒരു പെങ്കോന്തനായി പോയല്ലേ. അല്ലേ കളരി കുലിക്കളും.